കേരളത്തിലെ SIR-മായി ബന്ധപ്പെട്ട് നൽകിയ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് സംസ്ഥാന സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജികൾ പരിഗണിക്കുന്നത്. SIR നടപടികൾ നിർത്തിവെക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. ഹർജികൾ തള്ളണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യ ഉൾപ്പെടെ നിലനിൽക്കുന്നതിനാൽ വിഷയത്തിൽ സുപ്രീം കോടതി എന്ത് നിലപാട് എടുക്കും എന്നാണ് കാത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, SIR-മായി കേരളത്തിൻ്റെ ഹർജി അത് വീണ്ടും സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. എങ്ങനെയായിരിക്കും, എന്തിനാണ് സാധ്യത? ഗുഡ് മോർണിംഗ്. SIR-മായി ബന്ധപ്പെട്ട് നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിലവിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ അത് പരിശോധിച്ചായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുള്ള മറുപടി ഉണ്ടാവുക. നേരത്തെ തന്നെ കേരളത്തിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയും അതുപോലെ തന്നെ കേരളവും വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ എന്ത് സംഭവിച്ചു, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം സംബന്ധിച്ച രണ്ട് കമ്മീഷനുകളും മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ആ പശ്ചാത്തലത്തിലാണ് മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഈ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും പറയുന്നത് ഒന്ന്, സമയപരിധി നീട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പിന് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു പുനരാലോചന ഇല്ല എന്നുള്ളതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. അതേസമയം തന്നെ ഈ കാര്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അംഗീകരിക്കുന്നുണ്ട്. നിലവിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കൃത്യമായി കാര്യങ്ങൾ പൂർത്തിയായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ ഈ രണ്ട് ഉദ്യോഗസ്ഥരും ഒരേ ആളുകൾ തന്നെയാണെന്ന് തന്നെ ആകരുത് എന്നൊരു നിർദ്ദേശം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ മാത്രമായിരിക്കും ഒരു ഇടപെടൽ ഉണ്ടാവുക. അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് BLO-മാരുടെ ആത്മഹത്യ കേരളത്തിലുണ്ട്, പശ്ചിമബംഗാളിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. BLO-മാരുടെ ആത്മഹത്യ തിരഞ്ഞെടുപ്പ് ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം കൊണ്ടല്ല എന്നുള്ളതാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, പശ്ചിമബംഗാളിൽ നിരവധി BLO-മാരാണ് ആത്മഹത്യ ചെയ്തത്. അത്തരമൊരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ ഏത് തരത്തിലാകും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ SIR നടപടികൾ കൂടുതൽ ഇടപെടലുകൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. ജോലി സമ്മർദ്ദം കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ, നിർദ്ദേശങ്ങളൊക്കെ തന്നെയായിരിക്കും കോടതി മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബീഹാറിലെ SIR-മായി ബന്ധപ്പെട്ട സുപ്രീം കോടതി എടുത്ത നിലപാടുകൾ നമുക്ക് മുൻപിലുണ്ട്. അതായത് SIR-മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, ആളുകളുടെ വോട്ടുകൾ പൂർണ്ണമായും മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ ഇല്ലാതാകുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ പരിശോധിക്കാം, ആ സമയത്ത് കോടതിയെ സമീപിക്കാം എന്നുള്ളതായിരുന്നു ബീഹാറിന്റെ SIR-ന്റെ കാര്യത്തിൽ സുപ്രീം കോടതി നിലപാടെടുത്തത്. അതേ നിലപാട് തന്നെയായിരിക്കും ഏറെക്കുറെ ഇക്കാര്യത്തിൽ ഉണ്ടാകുക. പക്ഷേ ഈ ആത്മഹത്യയുമായി ബീഹാറിൽ SIR-ന്റെ പേരിൽ BLO ആത്മഹത്യ എന്ന സാഹചര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പശ്ചിമ ബംഗാളിലേക്കും കേരളത്തിലേക്കും ഉത്തർപ്രദേശിലും ഒക്കെ തന്നെ എത്തുമ്പോൾ ഇത്തരമൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത് നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അതുപോലെ തന്നെ ജോയ് മല്യ ബാങ്ജി അടങ്ങുന്ന രണ്ടംഗ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ഇത് താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് മാത്രമാണ്. പക്ഷേ CPM, CPI, മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന ഹർജിയിൽ അതിൽ ലീഗ് ഉൾപ്പെടെയുള്ളത് SIR നിർത്തിവെക്കണമെന്ന് തന്നെയാണ് ആവശ്യം. പക്ഷേ ആ നീക്കത്തിൽ ഇപ്പോൾ വഴങ്ങേണ്ടതില്ല. കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മായ പ്രശാന്ത്, പാർലമെന്റ് സമ്മേളനം കൂടി നടക്കുകയാണല്ലോ. SIR ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരേണ്ടതാണ്. അതിനൊരു സാധ്യത കാണുന്നുണ്ടോ? പ്രതിപക്ഷ പാർട്ടികളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനും സാധ്യതയുണ്ട്. സഭാ നടപടികൾ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. പക്ഷേ അതിനുള്ള സമ്മതം അനുവദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ SIR-ന്റെ കാര്യത്തിൽ? SIR, ഡൽഹി വായു മലിനീകരണം എന്നീ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും പ്രതിപക്ഷം ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത്. SIR-ന്റെ കാര്യത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെ വിമർശനമുണ്ട്. അതേസമയം തന്നെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരും ഡൽഹി സർക്കാരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇന്നലെയും അടിയന്തര പ്രമേയം ഇതേ വിഷയങ്ങളിൽ സഭയ്ക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അനുമതി നൽകിയില്ല. നിലവിൽ ഈ വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട സാധ്യതയില്ല. ഇതിന് സമയം അനുവദിക്കാം, തൽക്കാലം മറ്റു ചർച്ചകളിലേക്ക് പോകട്ടെ എന്നുള്ളതാണ് ഇരു സഭകളിലെയും നിലപാട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർള തന്നെ വ്യക്തമാക്കിയത് ഇത് ചർച്ച ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷേ ഈ ഘട്ടം അതിനായി ഉപയോഗിക്കുന്ന നിരവധി ബില്ലുകൾ പാസ്സാക്കാനുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ പ്രതിപക്ഷം പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് SIR
ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊന്ന് ഈ ബില്ലുകൾ പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ മണിപ്പൂരിലെ ബില്ല് ചർച്ച കൂടാതെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ സമ്മേളനത്തിലും സമാനമായ രീതിയിൽ തന്നെയാണ് നിലപാടുകൾ മുന്നോട്ട് വെച്ചത്. അതായത് പ്രതിപക്ഷ ബഹളത്തിനിടയിൽ ബില്ലുകൾ ഏകപക്ഷീയമായി പാസ്സാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് അനുവദിക്കില്ല എന്ന് ഡെറിക് ഒബ്രിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല ഇന്നലെ അവസാനിച്ചത്. സമാനമായ രീതിയിൽ തന്നെ ഇന്ന് എക്സൈസ് ബില്ല് സഭയ്ക്ക് മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ലിന്റെ കാര്യത്തിലും ഇത് ഈ ബഹളമാണെങ്കിൽ ഇതേ രീതി തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്ന് പറയേണ്ടി വരും. പക്ഷേ അതേസമയം SIR-മായി ബന്ധപ്പെട്ട ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല. ഈ വിഷയം അത്രയും പ്രധാനപ്പെട്ട വിഷയമാണ്. അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്ത് എന്താണ് പ്രശ്നപരിഹാരം, എവിടെയൊക്കെയാണ് പാകപ്പിഴയുണ്ടായത്, പരിഹരിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാകണം. മാത്രമല്ല ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടാണെന്നും ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും പരിഗണിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്ന് ഉറപ്പാക്കുകയും വേണം എന്നുള്ളതാണ് പ്രധാനമായി ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ തൽക്കാലം തർക്കങ്ങളിലേക്ക് തന്നെ പോകാനുള്ള ഒരു സാധ്യതയാണ്. ഇന്നും ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം നൽകുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മായ പ്രശാന്ത്, മറ്റൊന്ന് എക്സൈസ് നിയമ ഭേദഗതി ബില്ലാണ്. അത് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്ന് കേൾക്കുന്നു. എന്താണ് വിവരങ്ങൾ? മായ, നിലവിലെ ചില ഭേദഗതികളുടെ ഭാഗമായി, അതായത് എക്സൈസുമായി ബന്ധപ്പെട്ട നിലവിലെ നിയമങ്ങളിൽ പ്രത്യേകിച്ച് അതിന്റെ തടവടക്കമുള്ള കാര്യങ്ങളിൽ ചില ഭേദഗതികൾ ആവശ്യമുണ്ട്. ഒപ്പം തന്നെ അതിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ കൂടുതൽ, കാരണം ഈ ബില്ലുകളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇന്നലെ മണിപ്പൂരിലെ ബില്ലിന്റെ കാര്യത്തിൽ സമാനമായ രീതിയിൽ തന്നെയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ബില്ല് അവതരിപ്പിച്ചെങ്കിൽ മാത്രമാണ്, നേരത്തെ അത് അവതരിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണഗതിയിൽ ഒരു ബില്ല് ലോക്സഭയിലേക്ക് വരികയാണ്. ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു വ്യക്തത നമുക്ക് ലഭിക്കും. പക്ഷേ ഈ ബില്ല് ഇന്നലെയും അവതരിപ്പിക്കുകയല്ല ചെയ്തത്. ബില്ല് ടേബിളിൽ വെക്കുകയാണ് ചെയ്തത്. അതായത് പാർലമെന്റിൽ വെക്കുക മാത്രമാണ് ചെയ്തത്. പിന്നീട് അത് ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയത്. എക്സൈസ് ബില്ലിന്റെ കാര്യത്തിലും സമാനമായ രീതിയിൽ തന്നെയുള്ള സാഹചര്യങ്ങളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പ്രതിപക്ഷ ബഹളം ശക്തമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും അത്തരമൊരു നീക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതുമായ. ശരി, പ്രശാന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ട്.